പിറന്നവനെ കരുണ നിറഞ്ഞവനെ കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകി കളഞ്ഞവനെ അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കാലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ കരളിലെ ചോരതൻ പാവിന്റെ പാപങ്ങൾ കഴുകി കളഞ്ഞവനേ അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കനിവിൻ കടലേ അറിവിൻ പൊരുളേ ചൊരിയൂ ചൊരിയൂ അനുഗ്രഹങ്ങൾ. കനിവിൻ കടലേ അറിവിൻ പൊരുളേ ചൊരിയൂ ചൊരിയൂ അനുഗ്രഹങ്ങൾ. നിൻ മുന്നിൽ വന്നിതാ നിൽപ്പൂ ഞങ്ങൾ. ഹല്ലേലൂയ ഹല്ലേലൂയ. കാലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ. ഉലകിന്നുയരാൻ മനസ്സിൽ മധുവായി ഉണരൂ ഉണരൂ മണിവിളക്കേ. കർത്താവേ കനിയൂ നീ യേശുനാഥാ. ഹല്ലേലൂയ ഹല്ലേലൂയ. കാലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ. ഉലകിന്നുയരായി മനസ്സിൽ മധുവായി ഉണരൂ ഉണരൂ മണിവിളക്കേ. കർത്താവേ കനിയൂ നീ യേശുനാഥാ. ഹല്ലേലൂയ ഹല്ലേലൂയ. കാലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുമ്പിൽ, ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുന്നിൽ, ഇനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും
അസാധ്യമായില്ല എൻ്റെ മുന്നിലിനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുമ്പിലിനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ലിനി ഞാൻ. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുൻപോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ലിനി ഞാൻ. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനനല്ല. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനനല്ല. സാത്താന്യ ശക്തിയിന്മേൽ ശാപബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്. സാത്താന്യ ശക്തിയിന്മേൽ ശാപബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ലിനി ഞാൻ. ആകുല ചിന്തയാൽ നിറയുകില്ല, ഭാരങ്ങളോർത്തിനി കരയുകില്ല. ആകുല ചിന്തയാൽ നിറയുകില്ല, ഭാരങ്ങളോർത്തിനി കരയുകില്ല. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ലിനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുന്നിൽ ഇനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുൻപോട്ട് മുൻപോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ലിനി ഞാൻ.
അജഗണത്തിലെന്നെയും ചേർത്തിടേണമേ. പുണ്യവരദനേ കണ്ണുനീരൊഴിഞ്ഞിടാൻ അജഗണത്തിലെന്നെയും ചേർത്തിടേണമേ. നിലാവു പോലെ എൻ്റെ ഉള്ളിൽ വന്നുദിക്കണേ. സ്നേഹനാളമേ ലോകനാഥനേ. വഴിമറന്നു പതിതയാണു മുറിവുണക്കുവാൻ നൽകിടേണമേ ഇന്നു നിൻ കൃപാവരം. വഴിമറന്നു പതിതയാണു മുറിവുണക്കുവാൻ നൽകിടേണമേ ഇന്നു നിൻ കൃപാവരം. ഉണർന്നുയർന്നിടാൻ സ്തുതിച്ചു വാഴ്ത്തുവാൻ ഉത്തിതന്റെ വചനമെന്നു നാവിലേകണേ. ഉണർന്നുയർന്നിടാൻ സ്തുതിച്ചു വാഴ്ത്തിടുവാൻ ഉത്തിതന്റെ വചനമെന്നു നാവിലേകണേ. നിലാവു പോലെ എൻ്റെ ഉള്ളിൽ വന്നുദിക്കണേ. സ്നേഹനാളമേ ലോകനാഥനേ. ഹിതമറിഞ്ഞു നൽകിടുന്ന ദാനമൊക്കെയും ജ്ഞാനമേകിടും നിന്നെ സ്നേഹമായി വരും. ഹിതമറിഞ്ഞു നൽകിടുന്ന ദാനമൊക്കെയും ജ്ഞാനമേകിടും നിന്റെ സ്നേഹമായി വരും. നിലാവ് പോലെ എൻ്റെ ഉള്ളിൽ വന്നുദിക്കണേ. സ്നേഹനാളമേ ലോകനാഥനേ. കരുണയേകണേ എൻ്റെ നാഥനീശുവേ. ചോരയെന്നു വന്നു ദിവ്യ സൗഖ്യമേകണേ. കരുണയേകണേ എൻ്റെ നാഥനീശുവേ. ചാരയെന്നു വന്നു ദിവ്യ സൗഖ്യമേകണേ. നിലാവു പോലെ എൻ്റെ ഉള്ളിൽ വന്നുദിക്കണേ. ലോകനാഥനേ പൊൻവരദനേ കണ്ണുനീരൊഴിഞ്ഞിടാൻ അകജനത്തിലെന്നെയും ചേർത്തിടേണമേ. നിലാവു പോലെ എൻ്റെ ഉള്ളിൽ വന്നുദിക്കണേ. സ്നേഹനാളമേ ലോകനാഥനേ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണി തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണി തിരുഹിതം പോ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാം. നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം
അപ്പൻ നമ്മെ നിർത്തിയതാ, നേടിയതല്ല അപ്പനെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ, സോദരങ്ങളോ അകന്നങ്ങു മാറിടുമ്പോ, സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ, സോദരങ്ങളോ അകന്നങ്ങു മാറിടുമ്പോ, സ്നേഹത്താൽ വീണ്ടെടുക്കുമേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹത്താൽ വീണ്ടെടുക്കുമേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഉയർക്കില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ, ഉയർക്കില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ, പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷം മുഴക്കിടുവാൻ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷം മുഴക്കിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. വേദോദയ വായനയ്ക്കായി 145 സങ്കീർത്തനമായി. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും. ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും. ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. അവൻ്റെ മഹിമ അഗോചരമത്രേ. തലമുറ തലമുറയോട് നിന്റെ ക്രിയകളെ പുകഴ്ത്തി നിന്റെ വീര്യപ്രവൃത്തികളെ പ്രസ്താവിക്കും. നിന്റെ പ്രതാപത്തിൻ്റെ തേജസ്സുള്ള മഹത്വത്തെയും നിന്റെ അത്ഭുത കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും. മനുഷ്യർ നിന്റെ ഭയങ്കര പ്രവൃത്തികളുടെ ബലം പ്രസ്താവിക്കും. ഞാൻ നിന്റെ മഹിമയെ വർണ്ണിക്കും.
അവർ നിന്റെ വലിയ നന്മയുടെ ഓർമ്മയെ പ്രശസ്തമാക്കും. നിന്റെ നീതിയെക്കുറിച്ച് ഘോഷിച്ച് ഉല്ലസിക്കും. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ. യഹോവ എല്ലാവർക്കും നല്ലവൻ. തൻ്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു. യഹോവയെ, നിന്റെ സകല പ്രവൃത്തികളും നിനക്ക് സ്തോത്രം ചെയ്യും. നിന്റെ ഭക്തന്മാർ നിന്നെ വാഴ്ത്തും. മനുഷ്യപുത്രന്മാരോട് അവൻ്റെ വീര്യപ്രവൃത്തികളും അവൻ്റെ രാജ്യത്വത്തിന് തേജസ്സുള്ള മഹത്വവും പ്രസ്താവിക്കേണ്ടതിന് അവർ നിന്റെ രാജ്യത്വത്തിൻ്റെ മഹത്വം പ്രസിദ്ധമാക്കി നിന്റെ ശക്തിയെക്കുറിച്ച് സംസാരിക്കും. നിന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. നിന്റെ ആധിപത്യം തലമുറ തലമുറയായി ഇരിക്കുന്നു. വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു. കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു. എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. നീ തത്സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. നീ തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാനും തൻ്റെ സകല പ്രവർത്തികളിലും ദയാലുവുമാകുന്നു. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു. എന്നാൽ സകല ദുഷ്ടന്മാരെയും അവൻ നശിപ്പിക്കും. എൻ്റെ വായ യഹോവയുടെ സ്തുതിയെ പ്രസ്താവിക്കും. സകല ജഡവും അവൻ്റെ പരിശുദ്ധ നാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ. ദൈവമേ, നിനക്ക് സ്തുതി യോഗ്യമാകും.
ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ 2024 വർഷം കാൽവരി തറവാട് എക്യുമെനിക്കൽ കൺവെൻഷൻ്റെ ഈ വർഷത്തെ അവസാന മീറ്റിങ്ങിലേക്ക് നമുക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് ഇന്നത്തെ യോഗത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, അപ്പോൾ നല്ലൊരു രാത്രിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പോൾ ഞങ്ങൾ ഈ വർഷത്തിൻ്റെ അവസാന സമയങ്ങളിലേക്ക് നീ ഞങ്ങളെ കൊണ്ടുവന്ന അത്ഭുത സ്നേഹത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പോൾ ഞങ്ങൾ നിന്നെ സ്തുതിക്കട്ടെ അപ്പാ, ഞങ്ങൾ നിന്നെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ അപ്പാ. സ്വർഗത്തിലെ ദൂതന്മാർ അവിടുത്തെ ആരാധിക്കുന്നത് പോലെ കർത്താവെ, ബലഹീനരും പാപികളുമായി ഞങ്ങളും നിന്നെ ആരാധിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. കർത്താവെ, ഈ മീറ്റിങ്ങിൻ്റെ ആരംഭ സമയം തന്നെ സ്വർഗത്തിലെ അപ്പനെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ അപ്പാ, ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പാ സ്തോത്രം. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളോവേ, നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസികളുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ അവിടുന്ന് ഞങ്ങളോട് കൃപ ചെയ്യുവോളം ഞങ്ങൾ നിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു കർത്താവേ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല അപ്പാ. ഞങ്ങളുടെ ആത്മകണ്ണുകൾ തുറന്ന കർത്താവേ, ഈ സമയം പിതാവിൻ്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കിയാണ് അപ്പാ സ്തോത്രം. അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് കർത്താവെ പറഞ്ഞതുപോലെ ആ മുടിയൻ പുത്രൻ കർത്താവെ ആ അപ്പൻ്റെ അരികിലേക്ക് ഓടി വന്നപ്പോൾ കർത്താവെ അപ്പ അവിടുന്ന് നീ കെട്ടിപ്പുളർന്ന് കർത്താവെ അവനെ സ്വീകരിച്ചതുപോലെ ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളിതാ നിന്റെ അരികിലേക്ക് ഓടിക്കടന്ന് വരികയാണ് അപ്പ. ഹല്ലേലൂയ അപ്പ, നിന്റെ നിറഞ്ഞ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പ, ഞങ്ങളുടെ ദേശത്ത് സന്ദർശിപ്പാൻ അവിടുന്ന് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പ സ്തോത്രം. ഞങ്ങളുടെ കർത്താവെ, ദൂരത്തും ചാരത്തുമായിരുന്നു കർത്താവെ, നിന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരെയും നീ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ഹൃദയങ്ങളുടെ ഉള്ളിലേക്ക് കർത്താവെ അവിടുന്ന് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഹൃദയം നിനക്കായി തുറക്കുകയാണ് അപ്പാ. ഹല്ലേലൂയ കർത്താവെ. അവിടുന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർത്താവെ ആ ബേത്ലഹേമിലെ കർത്താവെ ആ പുൽക്കിടാവിൽ കർത്താവെ ആ കല്ലിടാവിൽ ഹല്ലേലൂയ കർത്താവെ ആ പുൽത്തൊട്ടിയിൽ കർത്താവെ അപ്പാ നീ പെറ്റു വീണല്ലോ അപ്പാ. ഹല്ലേലൂയ. അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ചവൻ ഹല്ലേലൂയ കർത്താവെ. ഓ ഹല്ലേലൂയ അപ്പാ, അവിടത്തേക്ക് തലചായ്പാൻ അല്പം ഇടം തരുമോ എന്ന് കെഞ്ചിക്കൊണ്ട് ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും അരികിൽ കൂടി നീ വരുന്ന അത്ഭുത സ്നേഹത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അപ്പാ, പുൽക്കൂട് കണക്കെയാണ് കർത്താവെ ആ പുൽത്തൊഴുത്ത് പോലെ കർത്താവെ മലീമസമായി ഞങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവെ നിനക്കായി തുറന്നു തരികയാണ്. ഹല്ലേലൂയ കർത്താവെ. അപ്പാ ദുർഗന്ധം വമിച്ച ആ പുൽത്തൊട്ടിയിൽ കർത്താവെ അപ്പാ നീതിയും സൂര്യനായ യേശുവെ അവിടുന്ന് പെറ്റു വീണെങ്കിൽ ഹല്ലേലൂയ ഞങ്ങളുടെ പുൽക്കുടിൽ പോലെ കർത്താവെ മുള്ളുകളെല്ലാം ദുർഗന്ധമുള്ള ഞങ്ങളുടെ ഈ ഹൃദയം കർത്താവെ ഞങ്ങൾ നിനക്കായി തുറന്നു തരികയാണ് കർത്താവെ. അപ്പാ, നാളുകൾ നിന്റെ ജന്മദിനം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജനം ഹല്ലേലൂയ കർത്താവെ. അപ്പം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ യേശു പിറക്കുന്ന അത്ഭുതം നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിനായി നിന്റെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ ഞങ്ങളുടെ ഹൃദയത്തിൽ ജനിച്ച് ഹല്ലേലൂയ വളർന്ന ഹല്ലേലൂയ അപ്പം നീ ജീവിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നത്തെ ശുശ്രൂഷ മുഴുവനായി നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. അവിടുത്തെ സ്വർഗീയ ആലോചന ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങൾ ഈ വർഷാവസാനം ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടും അറിയാതെയും കർത്താവെ പ്രവൃത്തിയിലും ചിന്തയിലും വികാരങ്ങളിലെല്ലാം കർത്താവെ വന്നുപോയിട്ടുള്ള സകല പാപങ്ങളും നീ ഞങ്ങൾക്ക് ക്ഷമിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുമൂലം വന്നിട്ടുള്ള എല്ലാ അടിമത്തങ്ങളും ഞങ്ങളെ വിട്ട് മാറിപ്പോകട്ടെ അപ്പാ. ഹല്ലേലൂയ. അതുമൂലം വന്നിരിക്കുന്ന എല്ലാ രോഗത്തിന്റെ ദുരാത്മാക്കളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവെ. അപ്പം നിന്റെ അഭിഷേകം ഈ ആരംഭ സമയം തന്നെ ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ നീ അഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ദേഹവും ഞങ്ങളുടെ ദേഹിയും ഞങ്ങളുടെ ആത്മാവും കർത്താവെ ആ പൊന്നും മൂറും കുന്തിരിക്കവും ആ കുഞ്ഞിന്റെ പാദപീഠത്തിങ്കിൽ ബലിയായി സമർപ്പിച്ചതുപോലെ ഞങ്ങളുടെ ദേഹവും ഞങ്ങളുടെ ദേഹിയും ഞങ്ങളുടെ ആത്മാവും ആയിരിക്കുന്ന പ്രകാരം തിരുമുമ്പാകെ സമർപ്പിക്കുകയാണ് അപ്പാ. കർത്താവെ, ഞങ്ങളുടെ ഈ തിരുമുൾക്കാഴ്ചകൾ അവിടുന്ന് കൈക്കൊണ്ട് കർത്താവെ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥാ. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഓളം വെട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
കർത്താവെ. അവിടുത്തെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന മനോഹരമായ ദിവസമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഗാന ശുശ്രൂഷയോട് കൂടി അവിടെ നിന്നതിന് നന്ദിയപ്പ കർത്താവെ. തുടർന്ന് കർത്താവെ ശുശ്രൂഷ തീരുന്നവരെയും കർത്താവെ സ്വർഗത്തിൻ്റെ പരിപാലനം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും സംസാരിപ്പാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾ നീ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നൊരു പുതിയ അഭിഷേകത്തിൻ്റെ ദിവസമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. അടിയങ്ങൾക്കായി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാകണം പിതാവേ. ആമേൻ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു കൊണ്ടിരുന്നത് ദൈവദൂതന്മാരെ കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. കാവൽ മാലാഖമാരെ കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. ഓരോ കാലയളവിൽ ജനിച്ചവരും അവരുടെ കാവൽ മാലാഖമാരും അതിനെക്കുറിച്ച് നാം ചിന്തിച്ചു. ജനുവരി മാസം 1 മുതൽ 5 വരെ ജനിച്ചവരുടെ കാവൽ മാലാഖയുടെ പേര് മൂല്യങ്ങളെ പ്രകീർത്തിക്കുന്ന ദൈവം എന്നർത്ഥമുള്ള നെമാമിയ എന്നാണ് കാവൽ ദൂതൻ്റെ പേരെന്ന് നാം കണ്ടു. ജനുവരി 6 മുതൽ 10 വരെയുള്ള തീയതികളിൽ ജനിച്ചവർക്ക് വേണ്ടി തലമുറകളെ കാക്കുന്ന ദൈവം എന്നർത്ഥമുള്ള യെയിയായേൽ എന്ന ദൂതൻ. ജനുവരി 11 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ ജനിച്ചവർക്ക് വേണ്ടി സകലതും അറിയുന്ന ദൈവം ഹരായേൽ എന്നാണ് ആ ദൂതൻ്റെ പേര്. ജനുവരി 16 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ ജനിച്ചവർക്ക് വേണ്ടി മർദ്ദിതരെ ആശ്വസിപ്പിക്കുന്ന ദൈവം മിത്രായേൽ. ജനുവരി 21 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ സർവ്വത്തിനും മുകളിലായ ദൈവം ഉമാബേൽ എന്ന പേരിലുള്ള കാവൽ ദൂതൻ. ജനുവരി 26 മുതൽ 30 വരെയുള്ള തീയതികളിൽ ജനിച്ചവർക്ക് വേണ്ടി ഉജ്ജ്വലിക്കുന്ന ദൈവം എന്നർത്ഥമുള്ള ഇയായേൽ എന്ന ദൂതൻ. ജനുവരി 31 മുതൽ ഫെബ്രുവരി 4 വരെയുള്ളത് അനന്ത നന്മയായ ദൈവം എന്നർത്ഥമുള്ള അനാവുവേൽ. ഫെബ്രുവരി 5 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ ജനിച്ചവർക്ക് വേണ്ടി ദൈവം സകലത്തെയും സജീവമാക്കുന്ന ദൈവം എന്നർത്ഥമുള്ള മെഹിയേൽ എന്ന ദൂതൻ. ഫെബ്രുവരി 10 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിൽ ജനിച്ചവർക്ക് വേണ്ടി ജ്ഞാനത്തിൻ്റെ സ്രോതസ്സായ ദൈവം ഡെമാബിയ എന്ന പേരുള്ള ദൂതൻ. ഫെബ്രുവരി 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ ജനിച്ചവർക്ക് വേണ്ടി സകലത്തിൻ്റെയും തുണയും നിലനിൽപ്പുമായ ദൈവം മനാഖേൽ എന്ന പേരുള്ള ദൂതനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഫെബ്രുവരി 20 മുതൽ 24 വരെയുള്ള തീയതികളിൽ ജനിച്ചവർക്ക് വേണ്ടി ജനതകളുടെയും കുട്ടികളുടെയും ആനന്ദമായ ദൈവം എന്നർത്ഥമുള്ള യെയായേൽ എന്ന ദൂതൻ. ഫെബ്രുവരി 25 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ ജനിച്ചവർക്ക് വേണ്ടി ഉദാരമായി നൽകുന്ന ദൈവം എന്നർത്ഥമുള്ള ഹബോഹിയ എന്ന ദൂതൻ. മാർച്ച് 1 മുതൽ 5 വരെയുള്ള തീയതികളിൽ ജനിച്ചവർക്ക് വേണ്ടി സകലതും കാണുന്ന ദൈവം എന്നർത്ഥമുള്ള റോഹേൽ എന്ന ദൂതൻ. അടുത്ത മാർച്ച് 6 മുതൽ 10 വരെയുള്ള തീയതികളിൽ ജനിച്ചവർക്ക് വേണ്ടി സകല സൃഷ്ടാവായ ദൈവം എന്നർത്ഥമുള്ള ജബാമിയ. മാർച്ച് 11 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ ജനിച്ചവർ പ്രപഞ്ചാധിപനായ ദൈവം എന്നർത്ഥമുള്ള ഹായി അയേൽ. മാർച്ച് 16 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ ജനിച്ചവർക്ക് വേണ്ടി സകലവും നിർമ്മിക്കുന്ന ദൈവം എന്നർത്ഥമുള്ള മൂമിയ. മാർച്ച് 21 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ ജനിച്ചവർക്ക് വേണ്ടി ദൈവം സർവ്വ സൃഷ്ടികളിലും അധീശൻ എന്നർത്ഥമുള്ള വെഹൂയ എന്ന ദൂതൻ. മാർച്ച് 26 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ സഹായകനായ ദൈവം എന്നർത്ഥമുള്ള ജലിയേൽ എന്ന ദൂതൻ. മാർച്ച് 31 മുതൽ ഏപ്രിൽ 4 വരെയുള്ള ദിവസങ്ങളിൽ ജനിച്ചവർക്ക് വേണ്ടി സർവ്വ സൃഷ്ടിയുടെയും പ്രത്യാശയായ ദൈവം എന്നർത്ഥമുള്ള സിദായേൽ എന്ന ദൂതൻ. ഏപ്രിൽ 5 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ ജനിച്ചവർക്ക് വേണ്ടി മറഞ്ഞിരിക്കുന്ന ദൈവം എന്നർത്ഥമുള്ള എലേമിയ എന്ന ദൂതൻ. ഏപ്രിൽ 10 മുതൽ 14 വരെയുള്ള തീയതികളിൽ ജനിച്ചവർക്ക് വേണ്ടി സഹായകനായ ദൈവം എന്നർത്ഥമുള്ള മഹാസിയ എന്ന ദൂതൻ. ഏപ്രിൽ 15 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ ജനിച്ചവർക്ക് വേണ്ടി ലെലാഫേൽ ദൈവം സ്തുതിക്കർഹൻ എന്നർത്ഥമുള്ള ലെലാഹേൽ എന്ന ദൂതൻ. ഏപ്രിൽ 21 മുതൽ 25 വരെയുള്ള തീയതികളിൽ ജനിച്ചവർക്ക് വേണ്ടി നല്ലവനും ക്ഷമാപൂർണനുമായ ദൈവം അഖായിയ എന്ന ദൂതൻ. ഏപ്രിൽ 26 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ ജനിച്ചവർക്ക് വേണ്ടി സ്നേഹത്തിന് യോഗ്യനായ ദൈവം കഹട്ടേൽ എന്ന പേരുള്ള ദൂതൻ.
മെയ് 1 മുതൽ 5 വരെയുള്ള തീയതികളിലേക്ക് കരുണയുടെയും കൃപയുടെയും ദൈവം എന്നർത്ഥമുള്ള ഹാസിയേൽ എന്ന ദൂതൻ. മെയ് 6 മുതൽ 10 വരെയുള്ള തീയതികളിലേക്ക് വേണ്ടി വിജയത്തിൽ സന്തോഷിക്കുന്ന ദൈവം അലാസിയ. മെയ് 11 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ ജനിച്ചവർക്ക് വേണ്ടി ദൈവം സ്തുതിക്കപ്പെടുന്നവനും സർവാധീശനും എന്നർത്ഥമുള്ള ലെവൂബിയ എന്ന ദൂതൻ. മെയ് 16 മുതൽ 20 വരെയുള്ള തീയതികളിലുള്ളവർക്ക് വേണ്ടി അഭയമായ ദൈവം എന്നർത്ഥമുള്ള ഹഹായിയ എന്ന ദൂതൻ. മെയ് 21 മുതൽ 25 വരെയുള്ള തീയതികളിൽ ജനിച്ചവർക്ക് വേണ്ടി സകലത്തിലും ദൈവം മഹത്വപ്പെടുന്നു എന്ന പേരുള്ള അർത്ഥമുള്ള യസായേൽ എന്ന ദൂതൻ. മെയ് 26 മുതൽ 31 വരെയുള്ള തീയതികളിലെല്ലാം ജനിച്ചവർക്ക് വേണ്ടി സംരക്ഷകനായ ദൈവം എന്നർത്ഥമുള്ള മെബാഹേൽ എന്ന പേരുള്ള ദൈവത്തിൻ്റെ ദൂതൻ. ജൂൺ 1 മുതൽ 5 വരെയുള്ള തീയതികളിൽ ജനിച്ചവർക്ക് വേണ്ടി സൃഷ്ടാവായ ദൈവം എന്ന അർത്ഥമുള്ള ഹാരിയേൽ എന്ന ദൂതൻ. ജൂൺ 6 മുതൽ 10 വരെയുള്ള തീയതികളിൽ പ്രപഞ്ചത്തെ നിലനിർത്തുന്നവനായ ദൈവം എന്നർത്ഥമുള്ള ഹെക്കാമിയ എന്ന പേരാണ് ആ ദൂതൻ്റെ പേര്. ജൂൺ 11 മുതൽ 15 വരെയുള്ളവർക്ക് വേണ്ടി അത്ഭുതാവഹനായ ദൈവം ലെവുവിയാഹ് എന്ന ദൂതനെയാണ് ഫലമേൽപ്പിച്ചിരിക്കുന്നത്. ജൂൺ 16 മുതൽ 21 വരെയുള്ളവർക്ക് വേണ്ടി ഉടൻ സഹായത്തിനെത്തുന്ന ദൂതൻ എന്നർത്ഥമുള്ള കാലിയേൽ എന്ന ദൂതനാണ്. ജൂൺ 22 മുതൽ 26 വരെയുള്ള തീയതികളിലുള്ളവർക്ക് വേണ്ടി പാപികളെ ശ്രവിക്കുന്ന ദൈവം എന്നർത്ഥമുള്ള ലോയിയ എന്ന ദൂതനാണ്. ജൂൺ 27 മുതൽ ജൂലൈ 1 വരെ ജനിച്ചവർക്ക് വേണ്ടി വീണ്ടെടുക്കുന്നവനായ ദൈവം എന്നർത്ഥമുള്ള പഹാലിയ എന്ന ദൂതനാണ്. ജൂലൈ 2 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിൽ ജനിച്ചവർക്ക് വേണ്ടി അതുല്യനായ ദൈവം നെൽഖായേൽ എന്ന ദൂതനാണ് കാവൽ മാലാഖയുടെ പേര്. ജൂലൈ 7 മുതൽ 11 വരെയുള്ളവർക്ക് വേണ്ടി യെയിയായേൽ ദൈവത്തിൻ്റെ നിയമം എന്നർത്ഥമുള്ള യെയിയായേൽ. ജൂലൈ 12 മുതൽ 16 വരെയുള്ള ദിവസങ്ങളിലേക്ക് വേണ്ടി ദുഷ്ടനെ പുറന്തള്ളുന്ന ദൈവം എന്നർത്ഥമുള്ള മെലാഹേൽ എന്ന ദൂതൻ. ജൂലൈ 17 മുതൽ 22 വരെയുള്ള ദിവസങ്ങളിലേക്ക് ദൈവം തന്നിൽ തന്നെ നല്ലവൻ എന്നർത്ഥമുള്ള ഹാഹെ യൂയിയ എന്ന പേരിലുള്ള ദൂതൻ. ജൂലൈ 23 മുതൽ 27 വരെയുള്ള ദിവസങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ജ്ഞാനം നൽകുന്ന ദൈവം എന്നർത്ഥമുള്ള നിത്ഹായിയ എന്ന ദൂതൻ. ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 1 വരെയുള്ള സമയങ്ങളിൽ ജനിച്ചവർക്ക് വേണ്ടി മറഞ്ഞിരിക്കുന്ന ദൈവം എന്നർത്ഥമുള്ള ഹ ആയിയ എന്ന ദൂതൻ. ഓഗസ്റ്റ് 2 മുതൽ 6 വരെയുള്ള തീയതികളിൽ ദുഷ്ടരെ ശിക്ഷിക്കുന്ന ദൈവം എന്നർത്ഥമുള്ള എരാട്ടേൽ എന്ന ദൂതൻ. ഓഗസ്റ്റ് 7 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ ജനിച്ചവർക്ക് വേണ്ടി സൗഖ്യം നൽകുന്ന ദൈവം എന്നർത്ഥമുള്ള സെഹയിയ എന്ന ദൂതൻ. ഓഗസ്റ്റ് 3 മുതൽ 17 വരെയുള്ള തീയതികളിലുള്ളവർക്ക് വേണ്ടി പെട്ടെന്ന് വേഗത്തിലുള്ള സഹായം തരുന്ന ദൈവം എന്നർത്ഥമുള്ള റയേ എന്ന ദൂതൻ. അടുത്ത ഓഗസ്റ്റ് 18 മുതൽ 22 വരെയുള്ള തീയതികളിൽ ജനിച്ചവർക്ക് വേണ്ടി ക്ഷമാശീലനായ ദൈവം എന്നർത്ഥമുള്ള ഒമായേൽ എന്ന ദൂതൻ. ഓഗസ്റ്റ് 23 മുതൽ 28 വരെ ജനിച്ചവർക്ക് വേണ്ടി പ്രചോദിപ്പിക്കുന്ന ദൈവം എന്നർത്ഥമുള്ള ലെഖാബേൽ. ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 2 വരെയുള്ളവർക്ക് വേണ്ടി നീതിയുടെ ദൈവം എന്നർത്ഥമുള്ള ഹസാരിയ എന്ന ദൂതനെ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്നു. സെപ്റ്റംബർ 3 മുതൽ 7 വരെയുള്ള സമയങ്ങളിൽ ജനിച്ചവർക്ക് വേണ്ടി എല്ലാം അറിയുന്ന ദൈവം എന്നർത്ഥമുള്ള യഹൂയ എന്ന പേരിലുള്ള ദൂതൻ. സെപ്റ്റംബർ 8 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ മൃദുലനായ ദൈവം എന്നർത്ഥമുള്ള ലെഹായിയ എന്ന ദൂതൻ. സെപ്റ്റംബർ 13 മുതൽ 17 വരെയുള്ള ആനന്ദം തരുന്ന ദൈവം എന്നർത്ഥമുള്ള ചവാഖ്വിയ എന്ന ദൂതൻ. സെപ്റ്റംബർ 18 മുതൽ 23 വരെയുള്ള തീയതികളിലുള്ള അത്ഭുതവാനായ ദൈവം മെനാഠേൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. അത്ഭുതവാനായ ദൈവം. സെപ്റ്റംബർ 24 മുതൽ 28 വരെയുള്ള തീയതികളിൽ ജനിച്ചവർക്ക് വേണ്ടി സൽഗുണങ്ങളുടെ ദൈവം അനിയേൽ എന്ന ദൂതനെ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 3 വരെയുള്ള ഭൂമിയിലെ സർവ്വജീവികളുടെയും പ്രത്യാശയായ ദൈവം എന്നർത്ഥമുള്ള ഹാമിയ എന്ന ദൂതനെ ഫലമേൽപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒക്ടോബർ 4 മുതൽ 8 വരെയുള്ള തീയതികളിൽ പാപികളെ സ്വീകരിക്കുന്ന ദൈവം എന്നർത്ഥമുള്ള റെഹായേൽ എന്ന ദൂതൻ. ഒക്ടോബർ 9 മുതൽ 13 വരെയുള്ള തീയതികളിൽ ആനന്ദവാനായ ദൈവം എന്നർത്ഥമുള്ള യെയിയാസേൽ എന്ന ദൂതൻ. ഒക്ടോബർ 14 മുതൽ 18 വരെയുള്ള തീയതികളിൽ മൂന്നാളായ ദൈവം എന്നർത്ഥമുള്ള ഹഹായേൽ എന്ന ദൂതൻ.
ഒക്ടോബർ 19 മുതൽ 23 വരെയുള്ള ദിവസങ്ങളിൽ ജനിച്ചവർക്ക് വേണ്ടി ദൈവിക ഗുണം, ദൈവിക ഭവനം, ദൈവത്തെ പോലെ ആരുണ്ട് എന്നർത്ഥമുള്ള മിഖായേൽ എന്ന ദൂതൻ. ഒക്ടോബർ 24 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ ജനിച്ചവർക്ക് വേണ്ടി ഭരണം നടത്തുന്ന ദൈവം എന്നർത്ഥമുള്ള ഹോയ്ലിയ എന്ന ദൂതൻ. ഒക്ടോബർ 29 മുതൽ നവംബർ 2 വരെയുള്ള തീയതികൾ ജനിച്ചവർക്ക് വേണ്ടി നിത്യനായ ദൈവം എന്നർത്ഥമുള്ള എലാഹിയ എന്ന ദൂതൻ. നവംബർ 3 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ ജനിച്ചവർക്ക് വേണ്ടി സകലത്തിൻ്റെയും ചാലകശക്തിയായ ദൈവം എന്നർത്ഥമുള്ള സെഹാലിയ എന്ന ദൂതൻ. നവംബർ 8 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ ജനിച്ചവർക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന ദൈവം എന്നർത്ഥമുള്ള ആരിയേൽ എന്ന ദൂതൻ. നവംബർ 13 മുതൽ 17 വരെയുള്ള തീയതികളിൽ ജനിച്ചവർക്ക് വേണ്ടി സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ദൈവം അസാരിയ എന്ന ദൂതൻ. നവംബർ 18 മുതൽ 22 വരെയുള്ള തീയതികളിൽ ജനിച്ചവർക്ക് വേണ്ടി സഹായിക്കുന്ന പിതാവായ ദൈവം എന്നർത്ഥമുള്ള മിഖായേൽ എന്ന ദൂതൻ. നവംബർ 23 മുതൽ 27 വരെയുള്ള തീയതികളിൽ മഹാനും ഉജ്ജ്വലനുമായ ദൈവം എന്നർത്ഥമുള്ള ഫെഹൂയേൽ എന്ന ദൂതൻ. നവംബർ 28 മുതൽ ഡിസംബർ 2 വരെ കാരുണ്യത്തിൻ്റെ അടയാളമായ ദൈവം എന്നർത്ഥമുള്ള ദാനിയേൽ എന്ന ദൂതൻ. ഡിസംബർ 3 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ ജനിച്ചവർക്ക് വേണ്ടി ദയയുടെ അടയാളമായ ദൈവം എന്നർത്ഥമുള്ള ഹഹാസിയ എന്ന ദൂതൻ. ഡിസംബർ 8 മുതൽ 12 വരെയുള്ള തീയതികളിൽ ജനിച്ചവർക്ക് വേണ്ടി സർവ്വത്തിനും ഉപരിയായ ദൈവം എന്നർത്ഥമുള്ള ഇമാമിയ എന്ന ദൂതൻ. ഡിസംബർ 13 മുതൽ 16 വരെയുള്ള തീയതികളിൽ ജനിച്ചവർക്ക് വേണ്ടി രോഷം കൊള്ളുന്നവനെ താഴ്ത്തുന്ന ദൈവം എന്നർത്ഥമുള്ള നനായേൽ എന്ന ദൂതൻ. ഡിസംബർ 17 മുതൽ 21 വരെയുള്ള തീയതികളിൽ സ്വർഗീയ രാജാവായ ദൈവം എന്നർത്ഥമുള്ള നിദായേൽ എന്ന ദൂതൻ. ഡിസംബർ 22 മുതൽ 26 വരെയുള്ള തീയതികളിൽ ജനിച്ചവർക്ക് വേണ്ടി നിത്യനായ ദൈവം എന്നർത്ഥമുള്ള മെബാഹിയ എന്ന ദൂതൻ. ഡിസംബർ 27 മുതൽ 31 വരെ പ്രപഞ്ചത്തെ തുണയ്ക്കുന്ന ദൈവം എന്നർത്ഥമുള്ള പോയേൽ എന്ന ദൂതൻ. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നാം ഇത്രയും ദൂതന്മാരെ കുറിച്ച് നാം ആലോചിച്ചത്? പ്രിയപ്പെട്ടവരെ, കാവൽ മാലാഖമാരെ ദൈവം നൽകുന്നു നമുക്ക്. നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും ഈ ദൂതന്മാരെ നമുക്ക് പേര് ചൊല്ലി വിളിക്കാം. പ്രിയപ്പെട്ടവരെ, ആ ദൂതന്മാരെ നമ്മുടെ ഓരോ സഹായത്തിന് വിളിച്ചാലും അവൻ നമ്മുടെ അരികിലെത്തും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എന്ത് ചെറിയ ആവശ്യങ്ങളോട് കൂടെയും, എത്ര വലിയ ആവശ്യങ്ങളാകട്ടെ ചെറിയ ആവശ്യങ്ങളാകട്ടെ, എന്ത് ചെറിയ സഹായങ്ങളാകട്ടെ വലിയ സഹായങ്ങളാകട്ടെ, എന്തിനും ഈ ദൂതൻ നമ്മോടൊപ്പം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ഏകരല്ല എന്ന് ദൈവം നമ്മളെ ഉറപ്പിക്കുവാനാണ് ഈ ദൂതന്മാരെ ദൈവം നമുക്ക് കാവലാക്കിയിരിക്കുന്നത്. അടുത്തായി നമുക്ക് ദൈവത്തിൻ്റെ ദൂതന്മാർ ശക്തർ ആണ് എന്ന് നമുക്ക് വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ ദൂതന്മാർ, ശക്തരായ ദൈവത്തിൻ്റെ ദൂതന്മാർ. നമുക്ക് വായിച്ചു കേൾക്കാം. സങ്കീർത്തന പുസ്തകം 103 അധ്യായം 20 വാക്യം. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അതെ, സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അതെ, ദൈവത്തിൻ്റെ വീരന്മാരായ ദൂതന്മാർ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതന്മാരായ വീരന്മാരായ ദൂതന്മാർ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവൻ്റെ ദൂതന്മാരായിട്ടുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അതേ, സ്വർഗത്തിലെ ദൈവത്തെ വാഴ്ത്തുന്ന ദൂതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദ ലോർഡ്, യു ഹിസ് ഏഞ്ചൽസ്, യു മൈറ്റി വൺസ് ഹു ഡു ഹിസ് ബൈഡിങ്, ഹു ഒബേ ഹിസ് വേർഡ്. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന ദൂതന്മാർ, ദൈവത്തെ ആരാധിക്കുന്ന ശക്തരായ ദൂതന്മാരെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്തായി നമുക്ക് ദൈവത്തിൻ്റെ ദൂതന്മാർ, വിശുദ്ധന്മാരായ ദൈവത്തിൻ്റെ ദൂതന്മാരെ കുറിച്ച് നമുക്ക് വായിക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ ദൂതന്മാർ വിശുദ്ധന്മാരാണെന്ന് കാണുവാൻ കഴിയും. മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായം 31 വാക്യം. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. When the Son of Man comes in his glory and all the angels with him, he will sit on his throne in heavenly glory. പ്രിയപ്പെട്ടവരെ, നാം ഈ വിശുദ്ധ ദൂതന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യകതയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദേഹവും നമ്മുടെ ആത്മാവും
കർത്താവ് തൻ്റെ തേജസ്സോടെ ഈ ഭൂമിയിലേക്ക് സ്വർഗത്തിലെ ദൈവം തേജസ്സോടെ കടന്നു വരുമ്പോൾ നമ്മൾ ആത്മാവിൽ തേജസ്സുള്ളവരായെങ്കിൽ മാത്രമേ തേജസ്സുള്ളവനായ ദൈവത്തോടും വിശുദ്ധ ദൂതന്മാരോടും ഒത്തം നമുക്ക് പറന്നു വരുവാൻ കഴിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേൽ ഇന്ന് നമ്മുടെ ആത്മാവിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തേജസ് പകരണം. പ്രിയപ്പെട്ടവരെ, നാം ഈ വാക്യം ചിന്തിച്ച് വെറുതെ കടന്നു പോയാൽ പോരാ. ഇന്ന് സ്വർഗത്തിലെ തേജസ് നമ്മുടെ ആത്മാവിൻ്റെ മേൽ പകരുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ആത്മാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ തേജസ് പകരപ്പെടുക. തേജസ്സുള്ള ഒരു ആത്മാവായി ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാൻ കഴിയുക. പ്രിയപ്പെട്ടവരെ, എങ്കിൽ മാത്രമേ സ്വർഗത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ കഴിയുകയുള്ളൂ. യാതൊരു ഇരുട്ടുമില്ലാത്ത ആ വെളിച്ചങ്ങളുടെ ദേശത്ത്, ആ സ്വർഗീയ തീരത്ത് തേജസ്സുള്ള സ്വർഗത്തിലെ അപ്പനോട് ഒരുമിച്ച് നമ്മുടെ ആത്മാക്കൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ തേജസ്സോടെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അരികിൽ എത്തണമെങ്കിൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഈ മർത്യരായി നമുക്ക് എങ്ങനെ സ്വർഗത്തിൻ്റെ തേജസ് കിട്ടും? പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമുക്ക് തേജസ് പകർന്നു തരുവാൻ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ തേജസ്സുള്ളവരായി കടന്നു പോകണം. ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പാ, നീ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് തേജസ്സായി എഴുന്നള്ളി വരണമേ. യെരുശലേം ദേവാലയത്തിൽ നിന്ന് മഹത്വം പോയിപ്പോയതായിട്ട് എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആലയത്തിൽ നടക്കുന്ന മ്ലേച്ഛതകൾ ഓർത്ത് നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ മേൽ ഒരു മുദ്ര അണിയിക്കാൻ ദൂതനെ അയക്കുന്നതായിട്ട് നമുക്കതിൽ കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, മഹത്വം പോയിപ്പോയ ആലയത്തിൽ നിന്ന് ആ മഹത്വം തിരിച്ച് കടന്നു വരുന്നത് പോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയമാകുന്ന ഈ ആലയത്തിലേക്ക് ദൈവത്തിൻ്റെ മഹത്വം ഈ സമയം കടന്നു വരുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാം. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് തൻ്റെ ദൂതൻ വഴി കർത്താവിൻ്റെ തേജസ് നമ്മുടെ മേൽ പകരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെയും ആത്മാവിൽ വിശുദ്ധരാക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. അവിടുത്തെ ക്രൂശിൽ ചൊരിഞ്ഞ യേശുവിൻ്റെ രക്തത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയാൽ മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ആത്മാവിൽ സ്വർഗത്തിൻ്റെ തേജസ് ലഭിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി യേശുവിൻ്റെ രക്തത്തിൽ നമുക്ക് ആശ്രയിക്കാം. യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ മുഴുവനുമായി ഒന്ന് നിന്റെ രക്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കാം. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ നമ്മളെ പരിശുദ്ധരാക്കുവാൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെണ്മയായി തീരുമെന്ന്. ഈ സമയം നമ്മുടെ ആത്മാവ് പരിശുദ്ധമായി തീരട്ടെ. ഹല്ലേലൂയ. ആത്മാവിൽ പരിശുദ്ധി ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൂതന്മാർ അതിന് നമ്മളെ സഹായിക്കും. സ്വർഗത്തിലെ മാലാഖമാർ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ തേജസ് ഈ സമയം ഞങ്ങളുടെ മേൽ ഇറങ്ങണം കർത്താവേ. അപ്പാ, ബേത്ലഹേമിന്റെ മലഞ്ചെരിവിൽ ഹല്ലേലൂയ. അപ്പാ, ആട്ടിടയന്മാർ കർത്താവേ അവിടെ കിടന്നുറങ്ങിയപ്പോൾ, ആടുകളെ നോക്കിക്കൊണ്ട് കിടന്നുറങ്ങിയപ്പോൾ സ്വർഗത്തിലെ തേജസ്സുള്ള ദൂതന്മാർ ഇറങ്ങിച്ചെന്ന് ഹല്ലേലൂയ അവരോട് സദ്വർത്തമാനം അറിയിച്ചു. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ഒരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന ദൂത് അറിയിച്ചു. ഹല്ലേലൂയ. അവർ ആ ദൂത് ഏറ്റുകൊടുത്തുകൊണ്ട് യേശുവിനരികിൽ ചെന്ന് അവർ മുട്ടുകൾ കുത്തി. അവർക്ക് സമർപ്പിക്കാനുള്ളത് അവരുടെ കയ്യിൽ പൊന്നില്ല, മൂറില്ല, കുന്തിരിക്കുമില്ല. പക്ഷെ അവരുടെ കയ്യിൽ ഒന്നുണ്ട്, അവരുടെ ദേഹവും അവരുടെ ദേഹിയും അവരുടെ ആത്മാവും ഉണ്ട്. ആ 3 കാഴ്ചകൾ ആ യേശു കുഞ്ഞിന്റെ പാദപീഠത്തിൽ അർപ്പണം ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമുക്കും ആ തേജസ്സുള്ള യേശുവിന്റെ മുമ്പാകെ നമ്മുടെ ദേഹവും നമ്മുടെ ദേഹിയും നമ്മുടെ ആത്മാവും സമർപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധന്മാരായ ദൂതന്മാരോട് ഒരുമിച്ച് സ്വർഗത്തിലെ അപ്പനെ ആത്മാവിൽ പാടി ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഈ സമയം നമ്മളെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ആത്മാവേ, അവിടുത്തെ തേജസ് ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഞങ്ങൾക്ക് സ്വർഗത്തിന്റെ തേജസ് വേണം കർത്താവേ. ഹല്ലേലൂയ. സ്വർഗത്തിലെ തേജസ്സുള്ള മക്കളാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പാ, ഹല്ലേലൂയ. ഇന്ന് സ്വർഗത്തിന്റെ തേജസ് ഈ ദേശത്ത് അടിക്കുന്ന നിമിഷമാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നമ്മുടെ യോഗ്യത നോക്കിയിട്ടല്ല. ഹല്ലേലൂയ. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്വാളിഫിക്കേഷൻ. ഹല്ലേലൂയ. ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവരുടെ മേൽ സ്വർഗം സന്ദർശിക്കുകയാണ്. ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവനെ യേശു എന്ന് പേർ വിളിക്കണം. ഹല്ലേലൂയ. യേശു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ? ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവനെ യേശു എന്ന് പേർ വിളിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ സ്വർഗീയ പുത്രന്റെ ജനനം ആഘോഷിക്കുന്ന ഈ നാളുകളിൽ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവൻ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിൽ നിന്ന് ചില പാപബന്ധനങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം ഈ സമയം ഇടപെടുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ആത്മാക്കളെ ശുദ്ധീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം പദ്ധതി ഇട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അവൻ രണ്ടാമത് കടന്നു വരുമ്പോൾ വിശുദ്ധന്മാരോട് ഒരുമിച്ച് ഹല്ലേലൂയ ആത്മാവിൽ തേജസ്സുള്ളവരായി ചില മക്കൾ എണീറ്റ് ഈ ദേശത്ത്
ദേശത്ത് നിന്ന് പോകണം പ്രിയപ്പെട്ടവരെ. അതിനായി സ്വർഗ്ഗത്തിലെ ദൈവം ആശ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതന്മാർ, വിശുദ്ധന്മാർ, when the Son of Man comes in his glory and all the angels with him, he will sit on his throne in heavenly glory. അതേ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ തേജസ്സിന് മുമ്പിൽ കടന്നു ചെല്ലണമെങ്കിൽ നമ്മുടെ ആത്മാക്കൾ എത്രമാത്രം തേജസ്സുള്ളവരായി തീരണമെന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ സ്വർഗത്തിന്റെ തേജസ്സിന് വേണ്ടി കൊതിക്കണം പ്രിയപ്പെട്ടവരെ. ഓ, തേജസ് പ്രാപിച്ചു വേണം ഹല്ലേലൂയ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുവാൻ പ്രിയപ്പെട്ടവരെ. ഒന്നാം സ്വർഗമായി നമ്മുടെ ശരീരത്തിനുള്ളിൽ സ്വർഗത്തിലെ ദൈവം സ്വർഗം സ്ഥാപിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി നാം പ്രാർത്ഥിക്കുകയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മിലാണ് പ്രിയപ്പെട്ടവരെ ദൈവരാജ്യം വരേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ വാസ്തവമായി പ്രാർത്ഥിക്കുക, കർത്താവേ, നിന്റെ രാജ്യം ഞങ്ങളിൽ സ്ഥാപിക്കണമേ. സ്വർഗത്തിന്റെ രാജ്യം എന്താണ്? അത് തേജസ്സുള്ളതാണ് പ്രിയപ്പെട്ടവരെ. ആ തേജസ്സുള്ള സ്വർഗരാജ്യം നമ്മൾ സ്ഥാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആശ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ രാത്രി സമയം ഹല്ലേലൂയ, ഈ ഡിസംബർ മാസം 21-ാം തീയതി സ്വർഗത്തിലെ തേജസ് ഞങ്ങളുടെ മേൽ പകരുന്ന കർത്താവെ അടിക്കുന്ന ദിവസമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. അതിനായി നിന്റെ തേജസ്സുള്ള ദൂതന്മാരെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയക്കണമേ. ഹല്ലേലൂയ. നിന്റെ വിശുദ്ധന്മാരായ ദൂതന്മാരെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പം അടുത്തായി ദൈവത്തിന്റെ ദൂതന്മാർ അസംഖ്യമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നാം ഒരു വർഷത്തെ കാവൽ ദൂതന്മാരുടെ പേരുകൾ നാം കേട്ടു പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ ദൂതന്മാർ അസംഖ്യമാണ്. നമുക്ക് വായിച്ചു കേൾക്കാം. ഇയ്യോബിന്റെ പുസ്തകം 25-ാം അധ്യായം 3-ാം വാക്യം. അവന്റെ സൈന്യങ്ങൾക്ക് സംഖ്യയുണ്ടോ? അവന്റെ പ്രകാശം ആർക്ക് ഉദിക്കാതെ ഇരിക്കുന്നു പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. Can his forces be numbered? Upon whom does his light not rise? അതെ, അവന്റെ സൈന്യങ്ങൾക്ക് സംഖ്യയുണ്ടോ? അവന്റെ സൈന്യങ്ങൾ എണ്ണിക്കൂടാത്ത സൈന്യമാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അവന്റെ പ്രകാശം ആർക്ക് ഉദിക്കാതെ ഇരിക്കുന്നു? അതെ, സ്വർഗത്തിലെ ദൂതന്റെ പ്രകാശം ആർക്ക് വേണമെങ്കിലും ഉദിക്കും പ്രിയപ്പെട്ടവരെ. ആഗ്രഹിക്കുന്ന ആർക്കും സ്വർഗത്തിലെ മാലാഖമാരുടെ ഉദയം. ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ. അവന്റെ പ്രകാശം ആർക്ക് ഉദിക്കാതെ ഇരിക്കുന്നു? നമ്മുടെ മേൽ സ്വർഗത്തിലെ ദൂതന്റെ പ്രകാശം അടിപ്പാൻ നാം ആഗ്രഹിച്ചു എങ്കിൽ സ്വർഗത്തിന്റെ തേജസ് നമ്മുടെ മേൽ പകരപ്പെടും പ്രിയപ്പെട്ടവരെ. അടുത്തായി എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 22-ാം വാക്യം. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ, സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും പ്രിയപ്പെട്ടവരെ, അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘം. But you have come to Mount Zion, to the heavenly Jerusalem, the city of the living God. You have come to thousands upon thousands of angels in joyful assembly. അതേ പ്രിയപ്പെട്ടവരെ, ആയിരം ദൂതന്മാരുടെ ഒരു അസംബ്ലി ഉണ്ട് പ്രിയപ്പെട്ടവരെ. ആ ദൂതന്മാരോട് ചേർന്ന് ഈ ഭൂമിയിലെ നിസ്സാരരും പൊടികളും പുഴുക്കളുമായ നമ്മളും ഹല്ലേലൂയ ആത്മാവിൽ കടന്നു ചെന്ന് അവനെ തേജസ്സോടെ ആരാധിക്കേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും. അതിനുവേണ്ടി ആത്മാവിൽ ഒരുക്കുന്നതിന് വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും കൂട്ടി വരുത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ആത്മാവിൽ തേജസ് പകർന്ന് സ്വർഗത്തിലെ ആരാധനയിൽ ദൈവദൂതന്മാരോടൊത്ത് ആ അസംബ്ലിയിൽ നമ്മളെയും ചേർക്കാനാണ് സ്വർഗത്തിന്റെ ദൈവത്തിന്റെ പ്ലാൻ പ്രിയപ്പെട്ടവരെ. അതിനുവേണ്ടി സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അവൻ തന്റെ മണവാട്ടിയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന നാളുകളാണ് പ്രിയപ്പെട്ടവരെ. അടുത്തതായി നമുക്ക് ദൈവദൂതന്മാർ ദൈവ തേജസ്സിന്റെ പ്രതിഫലനം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സ്വർഗത്തിലെ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രതിഫലനമാണ് ഈ ദൈവദൂതന്മാർ പ്രിയപ്പെട്ടവരെ. സ്വർഗീയ ശരീരങ്ങളുള്ള ഈ ദൈവത്തിന്റെ ദൂതന്മാർ എപ്പോഴും ദൈവത്തോടൊപ്പം കാണുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. എന്നാറേ ഒരു കൈ എന്നെ തൊട്ടു, എന്നെ മുഴങ്കാലും ഉള്ളംകൈയും ഊന്നി വിറയലോടെ നിൽക്കുമാറാക്കി. ദാനിയേൽ പ്രവാചകൻ കാണുകയാണ്, ഗബ്രിയേൽ ദൂതനാണ് അരികിൽ വന്നിരിക്കുന്നത്. ഒരു ദൂതന്റെ പ്രത്യക്ഷതയിൽ പ്രവാചകനായ ദാനിയേൽ നെടുമ്പാട് വീഴുകയാണ് പ്രിയപ്പെട്ടവരെ. ഒരു ദൂതന്റെ തേജസ്സിന് മുമ്പിൽ നിൽപ്പാൻ
ഈ ഭൂമിയിലെ പുഴുക്കളായ മനുഷ്യർക്ക് സാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ വെറും മണ്ണുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ നമ്മുടെ ഉള്ളിൽ ദൈവം തൻ്റെ ശ്വാസം ഊതിയിരിക്കുന്നു. അവൻ തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. മനുഷ്യാത്മാക്കൾ, എത്രയോ ആത്മാക്കളുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ. ഈ ആത്മാക്കൾക്ക് വീണ്ടും ജനനം ലഭിച്ച് ആത്മാവിൽ യേശുവിൻ്റെ രക്തത്താലുള്ള കഴിവുകൾ പ്രാപിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് നമ്മുടെ ആത്മാവിന് ജീവൻ നൽകി അവിടുത്തെ അഭിഷേകം തന്ന് അവിടുത്തെ തേജസ് പകർന്ന് നമുക്ക് അവൻ്റെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുവാൻ അധ്വാനിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാതെ നമുക്ക് മുന്നോട്ട് പോയിക്കൂടാ പ്രിയപ്പെട്ടവരെ. നാം ആഗ്രഹിക്കുക പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിൽ സ്വർഗത്തിൻ്റെ തേജസ് ലഭിക്കേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവ തേജസ്സിന്റെ പ്രതിഫലനമാണ്. കാരണം ദൈവദൂതന്മാർ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണുകൊണ്ടല്ല പ്രിയപ്പെട്ടവരെ. അവർ ഭൗമിക ശരീരമുള്ളവരാണ്, സ്വർഗീയ ശരീരങ്ങളുള്ളവരാണ് ദൈവത്തിന്റെ ദൂതന്മാർ. അവർ നിഷ്പാപ അവസ്ഥയിലുള്ളവരാണ്. അവർക്ക് പാപം ചെയ്യുവാൻ സാധിക്കില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഭൂമിയിൽ മണ്ണുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടവർ, പാപികളായവരാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ സ്വർഗത്തിലെ പിതാവാം ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാണ് പ്രിയപ്പെട്ടവരെ? നമ്മളെ സ്വർഗീയരാക്കുവാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ. വെറും മൺമയരും ജഡികരുമായ നമ്മളെ സ്വർഗീയരാക്കുവാനാണ് സ്വർഗത്തിലെ പിതാവാം ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ആത്മാവിൽ തേജസ് പ്രാപിച്ച് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. തൻ്റെ പുത്രന്റെ പ്രതിമ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ. മഹാദൂതനായ ഗബ്രിയേൽ ദാനിയേൽ പ്രവാചകന്റെ അരികിൽ വന്നപ്പോൾ കവിണ് വീണുകയാണ് പ്രിയപ്പെട്ടവരെ. കാരണം ആ തേജസ്സിന്റെ മുമ്പിൽ നിൽക്കുവാൻ പ്രവാചകനായ ദാനിയേലിന് പോലും കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ. എന്നാലേ ഒരു കൈ എന്നെ തൊട്ടു, എന്നെ മുഴങ്കാലും ഉള്ളം കൈയും ഊന്നി വിറയലോടെ നിൽക്കുമാറാക്കി എന്ന് പറയുകയാണ്. ദാനിയേൽ പറയുകയാണ്, എന്നെ തൊട്ടതായ ഒരു കൈയുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, ദൂതൻ ബലപ്പെടുത്തുന്ന ദൂതനാണ് പ്രിയപ്പെട്ടവരെ. പലപ്പോഴും ദൂതന്മാർ നമ്മെ ബലപ്പെടുത്തും. നാം തളർന്ന അവസരമായിരിക്കുന്ന ചില സമയങ്ങളിൽ നമ്മളെ ആരും താങ്ങുവാനില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ചില സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം പ്രിയപ്പെട്ടവരെ. എന്നാൽ നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ദൂതൻ, എന്നാലേ ഒരു കൈ എന്നെ തൊട്ടു, എന്നെ മുഴങ്കാലും ഉള്ളം കൈയും ഊന്നിയും വിറയലോടെ നിൽക്കുമാറാക്കി. A hand touched me and set me trembling on my hands and knees. അടുത്തതായി ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 6-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. സ്ത്രീ ചെന്ന് ഭർത്താവിനോട് പറഞ്ഞത്, ഒരു ദൈവപുരുഷൻ എന്റെ അടുക്കൽ വന്നു. അവന്റെ ആകൃതി ഒരു ദൈവദൂതന്റെ ആകൃതി പോലെ അതിഭയങ്കരമായിരുന്നു. അവൻ എവിടെ നിന്നെന്ന് ഞാൻ അവനോട് ചോദിച്ചില്ല. തന്റെ പേർ അവൻ എന്നോട് പറഞ്ഞതുമില്ല പ്രിയപ്പെട്ടവരെ. ഈ സ്ത്രീ എന്ന് പറയുന്നത് ശിംശോന്റെ അമ്മയാണ് പ്രിയപ്പെട്ടവരെ. മനോഹയുടെ ഭാര്യ, ശിംശോന്റെ അമ്മ. ശിംശോൻ എന്ന മകനെ കുറിച്ച് ദൂത് പറയുന്നതിന് വേണ്ടി, അവന്റെ ജനനത്തെക്കുറിച്ചും അവൻ എപ്രകാരം ദൈവത്തിനു വേണ്ടി വളർത്തണമെന്നതിനെ കുറിച്ചും അറിയിക്കുന്നതിന് വേണ്ടി മനോഹയുടെ ഭാര്യയുടെ അരികിലേക്ക് സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഒരു മകനെ കുറിച്ച് ദൂതറിയിക്കുവാൻ, അവന്റെ ജനനം എപ്രകാരമായിരിക്കണം, അവനെ എപ്രകാരം വളർത്തണമെന്ന് അറിയിക്കുവാൻ ആ അമ്മയുടെ അരികിലേക്ക് സ്വർഗത്തിലെ ദൈവം ദൂതനെ അയക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് എത്രയോ അമ്മമാർ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഈ ശബ്ദം കേട്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങളുടെ അരികിലേക്ക് ദൂതൻ ഇറങ്ങി വന്ന് തൻ്റെ മക്കളെ എപ്രകാരമാണ് വളർത്തേണ്ടതെന്ന് അറിയിക്കുന്ന ദൂതന്റെ ശബ്ദം പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണോ പ്രിയപ്പെട്ടവരെ ഗർഭം ധരിച്ചിരിക്കുന്നത്? നിങ്ങൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് സ്വർഗവുമായിട്ടുള്ള ബന്ധത്തിലാണോ പ്രിയപ്പെട്ടവരെ? എന്തുകൊണ്ടാണ് ഇന്ന് തലമുറകൾ വഴിതെറ്റി പോകുന്നത് പ്രിയപ്പെട്ടവരെ? സ്വർഗത്തിലെ ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാത്ത അമ്മമാരാണ് മക്കളെ പ്രസവിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ സ്വർഗത്തിലെ ദൈവവുമായിട്ട് ബന്ധമുള്ള അമ്മമാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിൽ ദൂതൻ ഇറങ്ങി വരും പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, വിശുദ്ധ കന്യക മറിയാമിന്റെ അരികിൽ ദൂതൻ ഇറങ്ങി വന്നു. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്നുള്ള ശബ്ദം മുഴങ്ങി പ്രിയപ്പെട്ടവരെ. കാരണം ആ മാതാവ് സ്വർഗവുമായി ബന്ധമുള്ളവളായിരുന്നു. യോഹന്നാന്റെ അമ്മയായ സലോമിയുടെ മറിയയുടെ അരികിലേക്കും ദൂതൻ കടന്നില്ലെന്ന് നമുക്ക് കാണുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ. ബൈബിളിൽ അനേകം സ്ത്രീകളുടെ അരികിലേക്ക് ദൈവത്തിന്റെ ദൂതന്മാർ കടന്നു ചെല്ലുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. എന്തിനാണ്? അവരെല്ലാം സ്വർഗവുമായിട്ടുള്ള ബന്ധത്തിൽ മക്കളെ പ്രസവിച്ചവരാണ് പ്രിയപ്പെട്ടവരെ, വളർത്തിയവരാണ്. എന്തുകൊണ്ടാണ് ഇന്ന് തലമുറകൾ വഴിതെറ്റി പോകുന്നത് പ്രിയപ്പെട്ടവരെ? സ്വർഗത്തിലെ ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാത്ത അമ്മമാർ പ്രിയപ്പെട്ടവരെ. ഇന്ന് അമ്മമാർക്ക് സ്വർഗവുമായിട്ട് ബന്ധമുണ്ടാവുന്ന ദിവസമാക്കി തീർക്കട്ടെ.
ഓ, മനോഹയുടെ ഭാര്യ പറയുകയാണ്, സ്ത്രീ ചെന്ന് ഭർത്താവിനോട് പറഞ്ഞത്, ഒരു ദൈവപുരുഷൻ എൻ്റെ അടുക്കൽ വന്നു എന്ന്. നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? എൻ്റെ അരികിൽ ഒരു ദൈവപുരുഷൻ, ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്നു എന്ന്. ഓ, ഒരു ദൈവദാസൻ കടന്നു വന്നു എന്നല്ല, ഒരു ദൈവപുരുഷൻ കടന്നു വന്നു എന്നല്ല, ഒരു ദൈവപുരുഷൻ കടന്നു വന്നു എന്നാണ് പറയുന്നത്. ഈ ഭൂമിയിൽ ഏതെങ്കിലും മനുഷ്യൻ എൻ്റെ അരികിൽ വന്നു എന്നല്ല തൻ്റെ ഭർത്താവിനോട് പറയുന്നത്. സ്വർഗത്തിലെ ദൂതനെ തൻ്റെ അരികിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് ആ മനോഹയുടെ ഭാര്യ മനോഹയോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്ത്രീ ചെന്ന് ഭർത്താവിനോട് പറഞ്ഞത്, ഒരു ദൈവപുരുഷൻ എൻ്റെ അടുക്കൽ വന്നു, അവൻ്റെ ആകൃതി ഒരു ദൈവദൂതന്റെ ആകൃതി പോലെ അതിഭയങ്കരമായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, അവൻ എവിടെ നിന്നെന്ന് ഞാൻ അവനോട് ചോദിച്ചില്ല, തൻ്റെ പേർ അവൻ എന്നോട് പറഞ്ഞതുമില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവദൂതനുമായിട്ടുള്ള ബന്ധം, സ്വർഗവുമായിട്ടുള്ള ബന്ധമുള്ള അമ്മമാർ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇനിയുള്ള നാളുകൾ സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി മക്കളെ പ്രസവിക്കട്ടെ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൂതന്മാർ, ഓ, അതിനെ നിങ്ങളെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സ്വർഗത്തിലെ ദൈവവുമായിട്ട് ബന്ധമുള്ളവരായി തീരുക. എങ്കിൽ ദൂതന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് നിൽക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അനേകം മക്കൾ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ അറിയുന്ന അനേകം കുഞ്ഞുങ്ങൾ ഉണ്ടായി വരട്ടെ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അതിന്റെ ദൈവവും സ്വർഗവുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് ഉണ്ടാകുവാൻ ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. Then the woman went to her husband and told him, a man of God came to me. He looked like an angel of God, very awesome. I didn't ask him where he came from and he didn't tell me his name. എന്താണ് പ്രിയപ്പെട്ടവരെ? ഓ, ദൈവപുരുഷൻ എൻ്റെ അടുക്കൽ വന്നു, അവൻ്റെ ആകൃതി ഒരു ദൈവദൂതന്റെ ആകൃതി പോലെയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അടുത്തതായിട്ട് ദൈവദൂതന്മാർ, ദൈവ തേജസ്സിന്റെ പ്രതിഫലനം എന്ന വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു എന്ന്. എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങുന്നത് കണ്ടു എന്ന്. അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ഈ ഡിസംബർ മാസത്തിൽ ഭൂമി പ്രകാശിക്കുന്നുണ്ട്. എങ്ങനെയാണ്? അനേകം നക്ഷത്രങ്ങളും മറ്റു വിളക്കുകളെല്ലാം കൊണ്ടാണ് ഈ ഭൂമി പ്രകാശിച്ചിരിക്കുന്നത്. എന്നാൽ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നാൽ ഈ ഭൂമിയിൽ ഒരു അത്ഭുതകരമായ പ്രകാശം ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? സ്വർഗത്തിലെ ദൂതൻ ഈ ഭൂമിയിൽ കടന്നു വന്ന്, നമ്മുടെ ഈ ദേശത്ത് കടന്നു വന്ന് ഇവിടെ ഒരു അത്ഭുത പ്രകാശം പകരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങുന്നത് കണ്ടു. അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു എന്ന് നാം കൊതിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഈ തലമുറയിൽ ദൈവത്തിന്റെ ദൂതൻ ഈ ഭൂമി മേൽ ഇറങ്ങി വരിക. പ്രിയപ്പെട്ടവരെ, നമ്മ ആഗ്രഹിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഇരിക്കുന്ന നിങ്ങളുടെ ഈ കൊച്ചു ഭവനത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചെറിയ മുറിയിൽ ഇരുന്നു കൊണ്ട് സ്വർഗത്തിലെ ദൂതനെ അയക്കണമേ അപ്പാ എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, നിങ്ങളുടെ കാവൽ മലഹമാരുടെ പേര് ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ദൂതന്റെ തേജസ്, ഹല്ലേലൂയ, ആ തേജസ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ അന്ധകാരങ്ങളും മാറും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് എല്ലാവിധ കെട്ടുകളും അഴിഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, ശാപകരമായതെല്ലാം മാറിപ്പോവും. സ്വർഗത്തിൽ ദൂതൻ കടന്നു വന്നാൽ അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. After this I saw another angel coming down from heaven. He had great authority and the earth was illuminated by his splendor. പ്രിയപ്പെട്ടവരെ, ഓ, illuminated by his splendor. ആ ദൈവദൂതന്റെ സ്പ്ലെൻഡർ ഒന്ന് കാണുവാൻ നിങ്ങൾ കൊതിക്കൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കൊച്ചു കൊച്ചു കുടുംബങ്ങളിൽ ഒരു കീറപ്പായലാണോ നിങ്ങൾ മുട്ടുമടക്കിയിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഓ, നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ഈ സ്വർഗത്തിലെ ദൂതന്റെ പ്രത്യക്ഷതയ്ക്കായി നിങ്ങൾ ആഗ്രഹിക്കൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദേശത്തെ സന്ദർശിപ്പാൻ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വരുന്ന മനോഹരമായ നിമിഷങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അതിന് നിങ്ങൾ ആരാധിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശുദ്ധ സ്തുതികളിന്മേൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് സ്വർഗത്തിലെ വിശുദ്ധി നമ്മളിലേക്ക് പകരപ്പെടും. പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധിയിൽ നിന്നുകൊണ്ട് നമുക്ക് ആത്മാവിൽ ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ നാവുകളെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ ആരാധന ഉയരട്ടെ. ഈ ദേശത്തിൽ നിന്ന് ഹല്ലേലൂയ ഉയരട്ടെ. ഹല്ലേലൂയ. വിശുദ്ധ ആരാധനകളിന്മേൽ ദൂതന്മാർ ഇറങ്ങി വരും. പ്രിയപ്പെട്ടവരെ, അവൻ നമ്മുടെ ദേശത്തെ പ്രകാശിപ്പിക്കും. നമ്മുടെ ദേശത്തിന്റെ സ്ഥിതി അവൻ മാറ്റും. പ്രിയപ്പെട്ടവരെ, After this I saw another angel coming down from heaven. Oh, down from heaven. Hallelujah. Angel coming.
He had great authority and the earth was illuminated by his splendor. പ്രിയപ്പെട്ടവരെ, ഒരു സ്പ്ലെൻഡർ അയക്കാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു ഇലിമിനേറ്റഡ് ബൈ ഹിസ് സ്പ്ലെൻഡർ, അവന്റെ ദൂതന്മാരുടെ സ്പ്ലെൻഡർ. ഹല്ലേലൂയ. അടുത്ത ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 4-ും 5-ഉം 6-ഉം വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. എന്നാൽ 1-ാം മാസം 24-ാം തീയതി ഞാൻ ഹിദ്ദേക്കൽ എന്ന മഹാനദീ തീരത്ത് ഇരിക്കയിൽ തലപൊക്കി നോക്കിയപ്പോൾ ക്ഷണവസ്ത്രം ധരിച്ചും അരയ്ക്ക് ഊഫാസ്തംഗം കൊണ്ടുള്ള കച്ച കെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവന്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണ് തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെയും അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയുമായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ദാനിയേൽ പ്രവാചകൻ പറയുകയാണ്, എന്നാൽ 1-ാം മാസം 24-ാം തീയതി ഞാൻ ഹിദ്ദേക്കൽ എന്ന മഹാനദീ തീരത്ത് ഇരിക്കയിൽ തലപൊക്കി നോക്കിയപ്പോൾ ക്ഷണവസ്ത്രം ധരിച്ചും അരയ്ക്ക് ഊഫാസ്തംഗം കൊണ്ടുള്ള കച്ച കെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. പ്രിയപ്പെട്ടവരെ, ക്ഷണവസ്ത്രം ധരിച്ച് അരയ്ക്ക് ഊഫാസ്തംഗം കൊണ്ടുള്ള കച്ച കെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവന്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പോലെയും കണ്ണ് തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെയും അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൂതനെ വർണ്ണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിന്റെ സൗന്ദര്യം ഇവിടെ വർണ്ണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൂതനിൽ കൂടി ദൈവദൂതന്മാർ ദൈവ തേജസ്സിന്റെ പ്രതിഫലനമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ദൂതന്മാർ നാം കാണുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തെ കാണുന്നത് പോലെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ആ തേജസ്സിന്മേൽ നമുക്ക് സാധാരണ നിൽക്കാൻ സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, അതിന് നാം ആത്മാവിൽ പരിശുദ്ധി പ്രാപിച്ചേ മതിയാവൂ. ഇന്നുള്ള പരിശുദ്ധി പോരാ. പ്രിയപ്പെട്ടവരെ, അതിനവന്റെ രക്തത്തിൽ ആശ്രയിക്കണം. യേശു ക്രൂശിച്ചൊരിഞ്ഞ പരിശുദ്ധ രക്തത്താൽ മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വിശുദ്ധരാകാൻ കഴിയുകയുള്ളൂ. ഈ ഭൂമിയിലുള്ള ഒരു പ്രവൃത്തികൾ കൊണ്ടുമല്ല, നിന്റെ നേർച്ചകൾ കൊണ്ടോ കാഴ്ചകൾ കൊണ്ടോ ഒന്നുമല്ല നീ പരിശുദ്ധനാകുന്നു. പ്രിയരെ, നിന്റെ നന്മ പ്രവൃത്തികളൊന്നുമല്ല നിന്നെ പരിശുദ്ധനാക്കുന്നത്. അവിടുന്ന് ക്രൂശിച്ചൊരിഞ്ഞ പരിശുദ്ധമാർന്ന രക്തത്താൽ നീ ആശ്രയിക്കുന്നുവെങ്കിൽ ആ രക്തമാണ് നിന്നെ പരിശുദ്ധരാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തത്തിന് മാത്രമേ നമ്മളെ പരിശുദ്ധരാക്കുവാൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ രക്തത്തിൽ നീ ആശ്രയിക്കുന്നുവെങ്കിൽ, യേശുവിന്റെ ക്രൂശിച്ചൊരിഞ്ഞ രക്തത്തിൽ നീ ആശ്രയിക്കുന്നുവെങ്കിൽ നിനക്ക് പരിശുദ്ധനാകാം. പ്രിയപ്പെട്ടവരെ, ഏത് കൊടും ക്രൂര പ്രാപിക്കും പരിശുദ്ധനാകാം. പ്രിയപ്പെട്ടവരെ, യെരൂശലേമിന്റെ ഉറക്കം കിടത്തിയവനായ ആ വലതുഭാഗത്തെ കള്ളനെ പറുദീസയിലേക്ക് എത്തിക്കാൻ സാധിച്ചുവെങ്കിൽ ആ പരിശുദ്ധ രക്തത്തിന്റെ അത്ഭുത ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തത്തിൽ നിങ്ങൾ ആശ്രയിക്കുക. ആ രക്തത്തിൽ ആശ്രയിച്ചാൽ സ്വർഗത്തിലെ ദൂതനെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആ രക്തത്തിൽ മറഞ്ഞു നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ദൂതന്മാരെ കാണുവാൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതിനായി യേശുവിന്റെ രക്തം നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, on the 24th day of the first month, as I was standing on the bank of the great river, the Tigris, I looked up, and there before me was a man dressed in linen, with a belt of the finest gold round his waist. His body was like chrysolite, his face like lightning, his eyes like flaming torches, his hands and legs like the gleam of burnished bronze, and his voice like the sound of a multitude. പ്രിയപ്പെട്ടവരെ, ദൈവദൂതനെ, ആ ദൈവപുരുഷനെ വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അടുത്തായിട്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘമുടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാല് തീത്തൂണ് പോലെയും ഉള്ളവൻ. അവന്റെ കയ്യിൽ തുറന്ന ഒരു ചെറു പുസ്തകം ഉണ്ടായിരുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചു. സിംഹം മലറും പോലെ അത്യുച്ചത്തിൽ ആർത്തപ്പോൾ 7 ഇടിയും നാദം മുഴക്കി. പ്രിയപ്പെട്ടവരെ, ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. യോഹന്നാൻ സ്നാപകൻ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ മേഘമുടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും
മുഖം സൂര്യനെ പോലെയും കാല് തീത്തൂണ് പോലെയും ഉള്ളവൻ. അവന്റെ കയ്യിൽ തുറന്ന ഒരു ചെറു പുസ്തകമുണ്ടായിരുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചു. സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തപ്പോൾ 7 ഇടിയും നാദം മുഴക്കിയെന്ന് നമുക്ക് കാണുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ. ഓ ഹല്ലേലൂയ. മേഘം ഉടുത്ത് തലയിൽ ആകാശവില്ല് ധരിച്ച് മുഖം സൂര്യനെ പോലെ പ്രിയപ്പെട്ടവരെ. ഓ സൂര്യന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കുവാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? സൂര്യനെ നമുക്ക് നോക്കുവാൻ കഴിയുമോ? നമുക്ക് ആത്മാവിൽ കാണണം പ്രിയപ്പെട്ടവരെ ഈ കാഴ്ച. അതിനായി സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളുടെ ആത്മക്കണ്ണുകൾ തുറന്നു തരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ് അപ്പാ. ഞങ്ങളുടെ ആത്മാക്കളെ ജീവിപ്പിച്ച് ഹല്ലേലൂയ ആത്മാവിൽ മരിച്ചവരായി ഞങ്ങളുടെ മേൽ ജീവജലം തളിക്കണമേ അപ്പാ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ ജീവിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, മരിച്ചു കിടക്കുന്ന ഞങ്ങളുടെ ആത്മാക്കളെ നീ ജീവിപ്പിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. ജീവനുള്ള ഒരു സൈന്യമായി നിവർന്നു നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അപ്പാ. ആത്മാവിൽ ജീവനുള്ളവരായി നിന്നുകൊണ്ട് സ്വർഗത്തിലെയായി ഈ ദൂതനെ കാണുവാൻ തക്കോണം നമ്മുടെ ആത്മാക്കൾക്ക് ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവന്റെ കയ്യിൽ തുറന്നു ഒരു ചെറു പുസ്തകം ഉണ്ടായിരുന്നു. അവന്റെ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചു. സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തപ്പോൾ 7 ഇടിയും നാദം മുഴക്കി പ്രിയപ്പെട്ടവരെ. Then I saw another mighty angel coming down from heaven. അതെ, ഒരു mighty angel ഹെവനിൽ നിന്ന് coming down from heaven. He was robed in a cloud with a rainbow above his head. His face was like the sun, and his legs were like fairy pillars. He was holding a little scroll, which lay open in his hand. He planted his right foot on the sea and his left foot on the land. And he gave a loud shout like the roar of a lion. When he shouted, the voice of the 7 thunders spoke. Hallelujah, hallelujah. ഓ സ്വർഗത്തിന്റെ റോറ്, ഹല്ലേലൂയ. ദൂതന്മാരുടെ സിംഹം അലറുന്ന പോലെയുള്ള ശബ്ദം, ഹല്ലേലൂയ. ഓ നിങ്ങൾക്ക് സിംഹം അലറുന്നത് പോലെ സ്വർഗത്തിലെ ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ പ്രിയപ്പെട്ടവരെ? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തായി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് കേൾക്കാം പ്രിയപ്പെട്ടവരെ. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും കാല് ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും കാല് ഉലയിൽ ചുട്ടുപിടിപ്പിച്ച വെള്ളോട്ടിന്റെ സദൃശ്യവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നുവെന്ന് നാം പാടി കേട്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? 7 വിളക്കിൻ നടുവിൽ പൂർണ്ണ ശോഭന, 7 വിളക്കിൻ നടുവിൽ ശോഭ പൂർണ്ണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ
ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടന്നേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. എൻ്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടന്നേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ 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 hallelujah. And among the lampstands was someone like a son of man, dressed in a robe reaching down to his feet, and with a golden sash round his chest. His head and hair were like bronze glowing in a furnace, and his voice was like the sound of rushing waters. അതെ, ഇരമ്പുന്ന വെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം. ദൈവം എങ്ങനെയുള്ളവനെന്ന് ദൂതന്മാർ വെളിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ ദൈവം എങ്ങനെയുള്ളവനെന്ന് ദൂതന്മാർ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അടുത്തതായി അവസാനമായി പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. നീ അവനെ ശ്രദ്ധിച്ച് അവൻ്റെ വാക്ക് കേൾക്കണം. അവനോട് വിഘടിക്കരുത്. അവൻ നിങ്ങളുടെ അതിക്രമങ്ങൾ ക്ഷമിക്കുകയില്ല. എൻ്റെ നാമം അവനിലുണ്ട്. എന്നാൽ നീ അവൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും ചെയ്താൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. എൻ്റെ ദൂതൻ നിനക്ക് മുമ്പായി നടന്ന് നിന്നെ അമോര്യർ, ഹിത്യർ, പെരിസ്യർ, കനാന്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക് കൊണ്ടുപോകും. അവരെ ഞാൻ നിർമൂലമാക്കുമെന്ന് സ്വർഗത്തിലെ ദൈവം മോശയോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓ മോശയുടെ മുന്നിൽ ദൈവം തൻ്റെ ദൂതനെ അയക്കുകയാണ്. നീ അവനെ ശ്രദ്ധിച്ച് അവൻ്റെ വാക്ക് കേൾക്കണം. അവനോട് വിഘടിക്കരുത്. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കുകയില്ല. എൻ്റെ നാമം അവനിലുണ്ട്.
എന്നാൽ നീ അവന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്ന ഒക്കെയും ചെയ്താൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. എന്റെ ദൂതൻ നിനക്ക് മുമ്പായി നടന്ന് നിന്നെ ആമോരിയർ, ഹിത്യർ, പെരിസ്യർ, കനാന്യർ, ഹിവ്യർ, എബൂസിയർ എന്നിവരുടെ ദേശത്തേക്ക് കൊണ്ടുപോകും. അവരെ ഞാൻ നിർമൂലമാക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുന്നിൽ ദൈവം തന്റെ ദൂതനെ അയക്കാൻ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, നിനക്ക് വഴി തുറന്നു തരുന്ന ദൈവം, അവൻ തന്റെ ദൂതനെ അയച്ച് നിന്നെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട്. സ്വർഗത്തിലെ അപ്പൻ മകനെ, നിന്നെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. മകനെ, മകളെ, നിന്നെ സ്നേഹിക്കുന്നുണ്ട്. See, I am sending an angel ahead of you to guard you along the way and to bring you to the place I have prepared. Pay attention to him and listen to what he says. Do not rebel to what he says and do all that I say. I will be an enemy to your enemies and will oppose those who oppose you. My angel will go ahead of you and bring you into the land of the Amorites, Hittites, Perizzites, Canaanites, Hivites and Jebusites, and I will wipe them out. അതെ പ്രിയപ്പെട്ടവരെ, വൈപ്പ് ചെയ്യുന്നതിനു വേണ്ടി ശത്രുക്കളെ മാറ്റിത്തരുന്നവനായ ഒരു ദൈവം, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കുമെന്ന് പറയുകയാണ് മോശയോട്. മോശയോടുകൂടെ ഇരുന്നവനായ ദൈവദൂതൻ നമ്മോടുകൂടെയും ദൈവം തന്റെ ദൂതനെ അയക്കും. പ്രിയപ്പെട്ടവരെ, നീ പോകുന്ന വഴികളിൽ നിന്നെ കാക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിന്റെ അനന്ത സ്നേഹമാണ് നമ്മൾ ഈ സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം ദൂതന്മാരുടെ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, സൈന്യങ്ങളുടെ ദൈവം, ദൈവത്തിന്റെ നാമമാണ് സൈന്യങ്ങളുടെ ദൈവമെന്ന് സൂചിപ്പിക്കുന്നത് പോലെ ദൈവം ദൂതന്മാരിൽ നിന്നും അഭേദ്യനാണ്. ദൈവം ദൂതന്മാരിൽ നിന്നും അഭേദ്യനാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം എല്ലായ്പ്പോഴും ദൂതന്മാരാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അതേ, സ്വർഗത്തിലെ ദൈവം ദൂതന്മാരാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിസേവിതരായിരിക്കുന്നു. ദൈവത്തിന്റെ സിംഹാസനത്തിങ്കൽ നമുക്കത് ദർശിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് സ്വർഗം ദർശിക്കുന്ന ഒരു അനുഭവം. പ്രിയപ്പെട്ടവരെ, അവർ നിരന്തരം സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ ദൈവത്തെ നിരന്തരം ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ സമയം സ്വർഗത്തിലെ ദൈവത്തെ ആരാധിക്കാം. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൂതന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ ദൈവത്തെ ആരാധിക്കുവാനുള്ള ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സ്വർഗത്തിലെ ദൈവം തരുന്നത്. അപ്പാ, നിനക്ക് ഞങ്ങൾ ആരാധന അർപ്പിക്കുകയാണ്. പ്രിയ അപ്പാ എന്ന് ഞങ്ങളൊന്ന് വിളിക്കട്ടെ. അപ്പാ, സ്വർഗത്തിലെ പിതാവിനെ അപ്പാ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ അപ്പാ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, പുത്രത്വത്തിന്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകരണമേ. അപ്പാ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവ് സ്വർഗത്തിലെ ദൂതന്മാർ സ്വർഗത്തിലെ അപ്പനെ ആരാധിക്കുന്ന പോലെ നിനക്ക് ചുറ്റും പരിസേവിതരായിരിക്കുന്ന ദൂതന്മാരെ ഞങ്ങൾ കാണുന്നുണ്ടപ്പാ. ആ ദൂതന്മാരോട് ചേർന്നുകൊണ്ട് സ്വർഗത്തിലെ അപ്പനെ ഞങ്ങൾ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ അപ്പാ, ഹല്ലേലൂയ. കർത്താവേ, ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ സ്വർഗത്തിന്റെ അപ്പനെ ഞങ്ങളൊന്ന് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പാ, സ്വർഗത്തിലെ ദൂതന്മാർ നിന്നെ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും പാപികളുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പാ, ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലെ അപ്പനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പാ, നിനക്ക് മഹത്വം, അവിടുത്തെ പുത്രന്റെ മഹത്വം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ സ്തുതിക്കുകയാണ്, ആരാധിക്കുകയാണ്. കർത്താവേ, അവിടുത്തെ പുത്രിക്കായി ഞങ്ങൾ ആരാധന കരയറ്റുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ അപ്പാ, ഹല്ലേലൂയ. അപ്പൊ ഈ സമയം അത്രയും നിന്റെ വചനം ഞങ്ങളെ കേൾപ്പിച്ചതിന് നന്ദി. കർത്താവേ, നിന്റെ ദൂതന്മാരെ കുറിച്ച് ഞങ്ങൾക്ക് അറിയുവാൻ നീ ഭാഗ്യം തന്നതിന് നന്ദി. സ്വർഗത്തെക്കുറിച്ചുള്ള കർത്താവെ അറിവ് ഞങ്ങളുടെ മേൽ പകരുന്നതിന് നന്ദി. കർത്താവേ, സ്വർഗീയ തേജസ് എന്തെന്നും സ്വർഗത്തിലെ അപ്പനെ മുഖാമുഖം കാണാമെന്നും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ കർത്താവെ സ്വർഗത്തിന്റെ ദർശനം പ്രാപിക്കാമെന്നും നിങ്ങളെ കേൾപ്പിച്ചതിന് നന്ദി. അപ്പാ, നിസ്സാരായി ഞങ്ങളെ സ്വർഗീയ നമ്മളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പോൾ ഈ 2024 ഞങ്ങളെ വിട്ട് കടന്നു പോകുവാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 2025 കർത്താവേ ഞങ്ങളുടെ ഒരു ഉണർവിൻ്റെ വർഷമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയൊരു ഉണർവിൻ്റെ കാറ്റ് കർത്താവേ ഈ ദേശങ്ങളിൽ ആഞ്ഞടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭാവ്യത്യാസം കൂടാതെ ഹല്ലേലൂയ സഭകൾ ഉണരട്ടെ. കർത്താവേ, അപ്പോൾ ദേശങ്ങൾ ഉണരട്ടെ. ഓരോ സഭകളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗത്തിൻ്റെ ഒരു
സന്ദർശനം അപ്പ സഭകളിൽ മേൽ ഉണ്ടാവട്ടെ അപ്പ. ഹല്ലേലൂയ. അപ്പ സ്വർഗീയ സന്ദർശനം ഈ നാളുകളിൽ ഉണ്ടാവട്ടെ അപ്പ. ഹല്ലേലൂയ. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു അപ്പ. കാലലക്ഷണങ്ങൾ അതെല്ലാം വിളിച്ചോതുന്നു കർത്താവേ. ഹല്ലേലൂയ. അപ്പ നിത്യതയ്ക്ക് വേണ്ടി ജനം ഒരുങ്ങട്ടെ. ഹല്ലേലൂയ. ഇടം കയ്യേത് വലം കയ്യേതെന്ന് തിരിച്ചറിയാത്ത വലിയ കൂട്ടം ജനമുണ്ട് അപ്പ. ഹല്ലേലൂയ. ഞങ്ങൾ അലസരായിട്ട് ഇരുന്നു കൂടല്ലോ. ഹല്ലേലൂയ കർത്താവേ. വരുന്ന വർഷം കർത്താവെ പുതിയ ഉണർവോടും പുതിയ ഊർജ്ജത്തോടും കൂടി നിന്നെ പ്രഘോഷിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇനി ഞങ്ങൾ കൂടി കാണുന്നവരെയും കൂടി നിന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന അനേകരുണ്ട് കർത്താവേ. അപ്പോൾ അനേകം രോഗികളായി ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട് കർത്താവേ. ഹല്ലേലൂയ. അവരുടെ മേൽ നിന്റെ ആണിപ്പാടുള്ള കരം വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. പേരുപേരായി അവർ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പൂർണ്ണ സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ കർത്താവേ. അപ്പോൾ ഹല്ലേലൂയ കർത്താവേ. അപ്പോൾ ഈ വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളെയും അനേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ ഭവനങ്ങളിലെല്ലാം സ്വർഗത്തിൻ്റെ കരം ഉണ്ടാവട്ടെ അപ്പോൾ. ഹല്ലേലൂയ. ദൂതന്മാരുടെ സന്ദർശനം ഈ ദിവസങ്ങളിൽ ഉണ്ടാവട്ടെ കർത്താവേ. ഞങ്ങളുടെ ദേശത്ത് നീ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി അപ്പ. ഓരോ ഭവനങ്ങളിലേക്ക് അവിടുത്തെ ദൂതന്മാരെ റിലീസ് ചെയ്യുകയാണ് അപ്പ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, നിന്റെ കർത്താവെ ദൂതന്മാരെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സന്ദർശനം ഈ നാളുകളിൽ ഉണ്ടാവട്ടെ അപ്പ. ഹല്ലേലൂയ. നിന്റെ ജനനം കൊണ്ടാടുന്ന ഈ നാളുകളിൽ, നിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഈ നാളുകൾ, ഹല്ലേലൂയ, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഇതാ നിങ്ങൾക്ക് ക്രിസ്തു എന്ന രക്ഷിതാവ് യഹൂദ പട്ടണത്തിൽ ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു എന്നുള്ള സത്വാർത്ത. ഹല്ലേലൂയ കർത്താവേ. ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ നാഥൻ പെറ്റു വീഴുന്നു എന്ന് കേൾക്കുവാൻ തക്കവണ്ണം കർത്താവേ, ഓരോ ഹൃദയങ്ങളിലേക്കും നീ അവിടുന്ന് കിടന്നു ചെല്ലണമേ. ഓരോ ഹൃദയങ്ങളിലും യേശു ജനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ആഘോഷങ്ങളിൽ തങ്ങി നിൽക്കാതെ യഥാർത്ഥമായ ക്രിസ്മസ്, ഹല്ലേലൂയ, ക്രിസ്തു ഉള്ളിലാവുന്ന അനുഭവം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ക്രിസ്തു ഉള്ളിലായ മക്കളാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയാണപ്പാ. നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഉള്ളങ്ങളിലേക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നീ ഞങ്ങളിൽ വളരണമേ. നീ ഞങ്ങളിൽ ജനിച്ച് വളർന്ന്, ഹല്ലേലൂയ കർത്താവേ, നിന്റെ ശക്തിയോടുകൂടി നിന്റെ ആത്മാവിൻ്റെ നിറവിൽ വേല ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളോട് കൂടിയിരുന്നതിന് നന്ദി കർത്താവേ. ഇനി കർത്താവെ വരുന്ന വർഷവും കർത്താവെ നിന്നെ പാട്ടുപാടി കർത്താവെ നിന്റെ വചനം പ്രഘോഷിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നീ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അതിരുകൾ നീ വിശാലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ തുടക്കം ചെറുതായിരുന്നാലും ഒടുക്കും അതിവിശാലതയിലേക്ക് നീ കൊണ്ടുവരുന്ന അത്ഭുത സ്നേഹത്തിനായി നന്ദി കർത്താവെ. അപ്പോൾ സ്തോത്രം. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആണിപ്പാടുള്ള കരം വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പൂർണ്ണമായ രോഗസൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ കർത്താവെ. കർത്താവെ, ചില അസുഖങ്ങളെല്ലാം നോർമലാവട്ടെ, ഷുഗറുകൾ നോർമലാവട്ടെ കർത്താവെ. അപ്പോൾ ആ രോഗബാധകൾ ഞങ്ങളെ വിട്ട് നീങ്ങട്ടെ അപ്പാ. സ്തോത്രം ദൈവമേ. അപ്പോൾ ആ രോഗാത്മാക്കൾ ഞങ്ങളെ വിട്ട് നീങ്ങട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ മേൽ നിന്റെ പരിശുദ്ധാത്മാവ് ഒഴുകി നടക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ സിരകളിൽ കൂടി രക്തം ഒഴുകുന്നത് പോലെ പരിശുദ്ധാത്മശക്തിയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ രക്തം ഞങ്ങളുടെ സിരകളിൽ കൂടി ഒഴുക്കണമേ. ഹല്ലേലൂയ. ചില ക്യാൻസറുകൾ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. ചില ബ്ലഡ് ക്യാൻസറുകൾ മാറട്ടെ കർത്താവെ. ഹല്ലേലൂയ. ചില ട്യൂമറുകൾ മാറട്ടെ അപ്പാ. ഹല്ലേലൂയ കർത്താവെ. അപ്പാ, ചില ആന്തരിക അവയവങ്ങളിൽ മേലുള്ള സൗഖ്യങ്ങൾ ഈ സമയം വ്യാപിക്കട്ടെ. ഹല്ലേലൂയ കർത്താവെ. ചിലർക്ക് പുതിയ കിഡ്നി ഉണ്ടായി വരട്ടെ. ഹല്ലേലൂയ. കേടുവന്ന ചില അവയവങ്ങൾ സൗഖ്യമാവട്ടെ. ഹല്ലേലൂയ കർത്താവെ. സ്വർഗമേ, അവിടുന്ന് ചെയ്യുന്നതിന് നന്ദി കർത്താവെ. രോഗസൗഖ്യം കർത്താവെ നിന്റെ ദാനമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ അവകാശമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ചില ദാരിദ്ര്യങ്ങൾ മാറട്ടെ കർത്താവെ. ചില കടഭാരങ്ങൾ മാറട്ടെ കർത്താവെ. അപ്പാ, ചില ദാരിദ്ര്യങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ. ദാരിദ്ര്യം മാറട്ടെ അപ്പാ. ഹല്ലേലൂയ. അപ്പാ, കഷ്ടപ്പാടുകളും ദുരിതങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ കർത്താവെ. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ ഉണ്ടായി വരട്ടെ കർത്താവെ. ഹല്ലേലൂയ. ഈ വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി തീർക്കണമേ. ഐശ്വര്യവും സമ്പത്തും എൻ്റെ കൂടാരത്തിൽ എന്ന് പറയുവാൻ തക്കവണ്ണം 2025 ഞങ്ങളുടെ ഒരു ഐശ്വര്യത്തിൻ്റെ വർഷമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വഴികൾ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പുതിയ വേലസ്ഥലങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ പുതിയ വയലുകൾ തുറക്കണമേ. അനേകം ആത്മാക്കൾ കൂടി വരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ബലഹീന മനുഷ്യനെ നിന്റെ ക്രൂശിന്റെ മറവിൽ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ തുളക്കപ്പെട്ട വിലാവിൽ അടിയനെ ഒളിപ്പിക്കണമേ. നിന്റെ ദൂതന്മാരുടെ സംരക്ഷണ അടിയനെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിലെ പരിസരത്തെയും കർത്താവെ നിന്റെ ദൂതന്മാരുടെ സംരക്ഷണത്തിലാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ. സ്വർഗീയ പരിപാലനത്തിനായി നന്ദി. കടന്നു വന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കുന്നതിന് നന്ദി, വിടുവിക്കുന്നതിന് നന്ദി അപ്പാ. ഞങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ തെളിച്ചെഴുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ കാല പാപങ്ങളെല്ലാം ക്ഷമിച്ചു തരണമേ കർത്താവെ. ഞങ്ങളുടെ ശാപങ്ങളെല്ലാം അവിടുന്ന് ക്രൂശിന്മേലും മുടിച്ചതിന് നന്ദി കർത്താവെ. സ്തോത്രം.
ഞങ്ങൾക്ക് തന്ന സൗഖ്യത്തിനായി നന്ദി. ദിവസത്തോടെ ഞങ്ങൾ നടത്തിയതിന് നന്ദി അപ്പാ. അടികൾക്കായി ജീവൻ വെച്ച് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാണ് പിതാവേ. ആമേൻ. ഇത്രയും സമയം ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും, നാം വിട്ടുപോന്നിട്ടിരുന്ന കുടുംബങ്ങളോടും എന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.